കന്നഡയും കൈരളിയും കൈകോർക്കുന്ന സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച പുതുയുഗ യാത്ര പ്രൗഢഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് സമാപനത്തിന് ഒരുങ്ങുകയാണ്. ആ സമാപന സമയത്ത് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ കൂടി പുറത്തുവരുന്നു. അതായത് സിറ്റിംഗ് MLA-മാരിൽ പാലക്കാട് MLA-ക്കും അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയിലെ കെ ബാബുവിനും ഒഴികെ ബാക്കി എല്ലാവർക്കും സീറ്റുണ്ടാകുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. പാലക്കാട് MLA-യെ പാർട്ടി പടിയടച്ച് പിണ്ഡം വെച്ചതാണ്. അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ MLA കെ ബാബു താനിന് മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം ചില മണ്ഡലങ്ങളുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരികയാണ്. പാലക്കാട് സിനിമാ നടൻ രമേശ് പിഷാരടി മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വട്ടിയൂർക്കാവിൽ പ്രശാന്തിനെതിരെ കെ മുരളീധരന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. ചില പ്രത്യേക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിശദമായി പരിശോധിക്കാം. കോൺഗ്രസിന്റെ സാധ്യതകൾ എന്താണ്, ആരെല്ലാമാണ് പുതുമുഖ സ്ഥാനാർത്ഥികൾ, പുതുയുഗ യാത്രയ്ക്കിടെ അല്ലെങ്കിൽ പുതുയുഗ യാത്ര കേരളത്തിൽ പുതുയുഗം വിരിയിക്കുമോ എന്ന്. VD സതീശന്റെ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. യാത്ര വലിയ വിജയമാണെന്നാണ് കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും കണക്കുകൂട്ടൽ. നിലവിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാലക്കാട് MLA-ക്ക് പകരം രമേശ് പിഷാരടി പാലക്കാട് മത്സരിക്കുമെന്നും തൃപ്പൂണിത്തുറയിൽ കെ ബാബു താൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ അതിന് കൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. M. ലിജു ഉൾപ്പെടെയുള്ളവരുടെ പേര് തൃപ്പൂണിത്തുറയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ പാർട്ടി സിറ്റിംഗ് MLA-മാരുടെ അല്ലാത്ത ആരുടെയും ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കെ മുരളീധരനെ പോലെയുള്ള കേരള രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളറായ പവർ ഹൗസായ നേതാക്കന്മാർ മത്സര രംഗത്തേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിന് ഏത് തരത്തിലാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? തീർച്ചയായും പുതുയുഗ യാത്രയുമായി പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ പുതുയുഗ യാത്ര വിസ്മയം തീർക്കുന്ന ഒന്നായിരിക്കുമെന്നാണ്. അത് നമ്മൾ പല സ്ഥലത്തും കണ്ടതാണ്. കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് പിന്തുണയുമായി ഒരുപാട് പേർ പുതുയുഗ യാത്രയിൽ വന്നു. അതൊക്കെ തന്നെ ഒരു വിസ്മയം തീർത്തുകൊണ്ട് തന്നെയാണ് ഈ യാത്ര പോകുന്നത്. കെ മുരളീധരനെ പോലെയുള്ളവർ മത്സര രംഗത്തേക്ക് വരുമ്പോൾ ജനാധിപത്യ രീതിയിൽ രാഷ്ട്രീയക്കാർ മാത്രമല്ല തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നൊരു അഭിപ്രായം ഐക്യജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടുണ്ട്. സാംസ്കാരിക നായകരടക്കമുള്ളവരെ കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നത് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോൾ ഈ കെ മുരളീധരനെ പോലെ പരിചയ സമ്പന്നതയുള്ള ആളുകളുമായി അടുത്തറിയാവുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കെ മുരളീധരനായാലും ചാണ്ടി ഉമ്മനായാലും ഷാഫി പറമ്പിലായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് ഞാൻ എന്ന് വെച്ചാൽ ഒരു ആൾക്കൂട്ടത്തെ കയ്യിലെടുക്കാൻ കഴിയുന്ന അല്ലെ ആളുകളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അത്തരം നേതാക്കൾ സ്ഥാനാർത്ഥികളായി വരുമ്പോൾ അത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം ആളുകളെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥികളാക്കുകയും പടലപ്പിണക്കങ്ങളൊന്നും ഇല്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് പ്രചരണവും നടത്താൻ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെയും UDF-ന്റെയും വിജയം തന്നെയാണ്. തീർച്ചയായും കെ മുരളീധരനെ പോലെയുള്ള ആളുകൾ വന്നാൽ വട്ടിയൂർക്കാവ് പോലെ CPM ജയിച്ചു വന്ന ഒരു കാലത്ത് കോൺഗ്രസിന്റെ കയ്യിലായിരുന്ന മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയും കണക്കുകൂട്ടലും. അവിടെ സിറ്റിംഗ് MLA-മാരെല്ലാം മത്സരിക്കുമെന്ന് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിറ്റിംഗ് MLA-മാർക്കെതിരെ മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള വികാരങ്ങളൊന്നുമില്ല. കാരണം എല്ലാവരും മണ്ഡലങ്ങൾ ശ്രദ്ധിച്ച ആളുകളാണ്. അതുകൊണ്ട് ജയിച്ചു കയറാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷയും കണക്കുകൂട്ടലും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 22 സീറ്റുകളാണ് നിലവിൽ നിയമസഭയിലുള്ളത്. അതിൽ 2 പേർക്ക് അവസരം നിഷേധിക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാലക്കാട്ടെ MLA-ക്കും അതോടൊപ്പം തന്നെ ബാബുവിനും ബാബു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് തൃപ്പൂണിത്തുറയിൽ. ബാക്കി 20 സീറ്റിൽ 20 സീറ്റിൽ 20ഉം ജയിക്കുകയും അതോടൊപ്പം വീണ്ടും ഒരു 25ഓളം സീറ്റ് ഏറ്റവും ചുരുങ്ങിയത് ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭരണത്തിലേക്ക് വരാൻ കഴിയൂ. ആ 25 സീറ്റുകൾ ഏത് എന്ന ചോദ്യത്തിനാണ് ഇനി വരും ദിവസങ്ങളിൽ ഉത്തരം വരേണ്ടത്. കാരണം 25 സീറ്റുകൾ പുതുതായി ജയിക്കണം. കാരണം 25 സീറ്റുകൾ പുതുതായി ജയിച്ചാൽ മാത്രമേ ഒരു കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയൂ. 100 എന്ന മാന്ത്രിക സംഖ്യയിലേക്കൊക്കെ എത്തണമെങ്കിൽ കേരളത്തിൽ അത്ര വലിയ ഒരു തരംഗം ആഞ്ഞടിച്ചാൽ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു നെക്ക് ആൻഡ് നെക്ക് മത്സരമാണെങ്കിൽ, അതായത് കഴിഞ്ഞ ദിവസം ലോക് പോൾ സർവേ എല്ലാം പറഞ്ഞത് കേരളത്തിൽ 80-നും 85-നും ഇടയിൽ സീറ്റ് UDF ലഭിക്കുമെന്നാണ്. അങ്ങനെ 80-ന് 85-ന് സീറ്റ് ലഭിക്കണമെങ്കിൽ കോൺഗ്രസിന് ഇനിയും 25-30 സീറ്റ് അധികം ലഭിക്കണം. ആ 30 സീറ്റ് അധികം ലഭിക്കണമെങ്കിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ ആണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നത്. പിന്നെ ഒരു വെച്ചുമാറലിനൊക്കെ തയ്യാറാകണം. ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലീഗിന് അങ്ങനെ വെച്ചുമാറിലൂടെ ആവുമ്പോൾ കൂടുതൽ കോൺഗ്രസിന് അത് അനുകൂലമാകില്ലേ? തീർച്ചയായും കോൺഗ്രസ് ലീഗും ചില സീറ്റുകളിൽ വെച്ചുമാറാൻ എടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ചില സീറ്റ് വന്ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാട് സീറ്റാണ്. തിരുവമ്പാട് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചാൽ
കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്നൊരു വികാരം, ഒരു പൊതുവികാരമുണ്ട്. അത് അനുകൂലമാക്കി കോൺഗ്രസ് തിരുവമ്പാടി ഏറ്റെടുക്കുകയും ലീഗിന് മറ്റൊരു സീറ്റ് കൊടുക്കുകയും ചെയ്യും. അത്തരത്തിൽ ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. മറ്റൊരു വെച്ചുമാറൽ ചർച്ച നടക്കുന്നത് കോങ്ങാടും ചേലക്കരയും തമ്മിലാണ്. അതിന്റെ കാര്യത്തിലൊന്നും ഇതുവരെ അന്തിമമായ ഒരു തീരുമാനം ആയിട്ടില്ല. അതുപോലെ പട്ടാമ്പി സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും എന്തായാലും ഇക്കാര്യത്തിലൊന്നും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള കോൺഗ്രസിനോട് കൃത്യമായി കോൺഗ്രസ് ചില 4ഓളം സീറ്റുകൾ വെച്ചുമാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ 10 സീറ്റിൽ മത്സരിച്ചിട്ട് കേവലം 2 സീറ്റിൽ മാത്രമാണ് കേരള കോൺഗ്രസ് ജയിച്ചത്. കേരള കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും തൃക്കരിപ്പൂര് പോലെയുള്ള സ്ഥലത്ത് കോൺഗ്രസ് സീറ്റ് കൊടുക്കുകയും കോൺഗ്രസ് പ്രവർത്തകർ രാവ് പകലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുക. അവിടെയെല്ലാം ചിലപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അത് കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റാണ്. തൃക്കരിപ്പൂർ പോലെയുള്ള മണ്ഡലത്തിൽ ഒരു യുവ സ്ഥാനാർത്ഥി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങിയാൽ അത് കോൺഗ്രസിന് അനുകൂലമാകും, UDF-ന് അനുകൂലമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ അത്തരം ചില നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക, കോൺഗ്രസ് ഇറക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക ഏറ്റവും മികച്ച ആറ്റിക്കുറുക്കിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ, അതായത് വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന് വിളിച്ചു പറയുന്ന ആളുകളെ അല്ല, മികച്ച സ്ഥാനാർത്ഥികളെ, അതായത് പൾസറിയുന്ന ഗ്രൗണ്ടിന്റെ പൾസറിയുന്ന സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് ഇറക്കിയാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പൊതുയോഗ യാത്രയിലൂടെ പ്രതിപക്ഷ നേതാവിന് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ പടല പിണക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം സരിനെ പോലെയുള്ളവർ പാർട്ടി വിട്ടുപോയാൽ അത് പരാജയപ്പെടുത്തുമെന്നല്ല, അതും കോൺഗ്രസിന് നെഗറ്റീവ് ആകില്ലേ? തീർച്ചയായും സരിനല്ല, ആര് തെരഞ്ഞെടുപ്പ് മുഖത്ത് പാർട്ടി വിട്ടുപോയാലും അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്ത് തമ്മിലടി അല്ലെങ്കിൽ UDF-നകത്ത് തമ്മിലടിയാണ്. ഇങ്ങനെ തമ്മിലടിക്കുന്ന ആൾ ഭരണം ലഭിച്ചാൽ അവർ ഏത് രൂപത്തിൽ തമ്മിലടിക്കുമെന്നൊരു ചിന്ത കേരളത്തിലെ ജനങ്ങൾക്ക് വരും. മറ്റൊരു കാര്യമുള്ളത്, കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാര ഉണ്ടാകുമെന്ന് BJP നേതാക്കന്മാർ തന്നെ സമ്മതിക്കുന്നു. ചില നേതാക്കളെ ലക്ഷ്യം വെക്കുന്നുണ്ടല്ലോ. ഇപ്പൊ K മുരളീധരനെ ഏത് വിധത്തിലും തോൽപ്പിക്കണം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു അന്തർധാര ഉണ്ടാകില്ല. അപ്പൊ അവിടെ മറികടക്കുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയിരിക്കില്ലേ? അതായത് BJP നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യം, CPM അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, കാരണം കേന്ദ്ര നേതൃത്വത്തിന് അതൊരു പ്രശ്നമില്ല. കാരണം CPM കേരളത്തിൽ മാത്രമേ ഉള്ളൂ. രാജ്യത്ത് BJP-ക്ക് എതിരാളിയായ അല്ലെങ്കിൽ ലോക്സഭയിലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് മറ്റൊരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കി കൊടുക്കേണ്ട എന്നൊരു ചിന്ത തന്നെയാണ് BJP-യുടെ സെൻട്രൽ നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് ചില മണ്ഡലങ്ങളിൽ BJP-യും CPM-ഉം ചില വിട്ടുവീഴ്ചകൾ ചെയ്താൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു മുഖ്യമന്ത്രിയെ കൂടി എന്തിനാണ് കോൺഗ്രസിന് അധികം കൊടുക്കേണ്ടത്? കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ താഴെയിറക്കാനാണ് BJP പ്രവർത്തിക്കുന്നത്. CPM പോലെ BJP-യുടെ ലക്ഷ്യം എന്ന് പറയുക കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. തീർച്ചയായും കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് CPM-ന്റെ ലക്ഷ്യം. ആ ഒരു പശ്ചാത്തലത്തിൽ CPM BJP-യെ അല്ലെങ്കിൽ BJP CPM-നെ ചില മണ്ഡലങ്ങളിൽ സഹായിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് BJP-യുടെ മുതിർന്ന നേതാക്കന്മാർ അടക്കം പറയുന്നത്. കാരണം ഞങ്ങൾക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രി വരുന്നതിനേക്കാൾ ഒരു രാജ്യത്തിന്റെ രാജ്യത്ത് BJP-യുടെ എതിരാളിയായ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സംസ്ഥാനത്ത് മാത്രം ഞങ്ങൾ എതിർക്കുന്ന CPM-ന് ഒരു മുഖ്യമന്ത്രിയെ കൊടുക്കുന്നതാണ് എന്ന് തന്നെയാണ് BJP നേതൃത്വത്തിന്റെ സെൻട്രൽ നേതൃത്വത്തിന്റെ അഭിപ്രായം. അത് കേരളത്തിലെ നേതാക്കന്മാരോട് സെൻട്രൽ നേതൃത്വം അത് പറഞ്ഞാൽ അവർക്ക് അത് അംഗീകരിക്കുക മാത്രമേ പോംവഴിയുള്ളൂ. കാരണം കേരളത്തിൽ BJP-യുടെ പ്രധാനപ്പെട്ട ശത്രു CPM തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ സെൻട്രൽ നേതൃത്വം പറയുന്നത് അതേപടി അനുസരിക്കുക എന്നത് മാത്രമാണ് കേരളത്തിലെ നേതാക്കന്മാരുടെ പോംവഴി. അത്തരത്തിൽ കേരളത്തിലെ നേതാക്കന്മാരുടെ ഇഷ്ടാനുസരണം ഒന്നും സഖ്യമുണ്ടാവില്ല. പിണറായി വിജയന് പിടി സെൻട്രൽ നേതാക്കന്മാരുമായിട്ടാണ് എന്നൊരു പരസ്യമായ രഹസ്യമാണ്. അവിടെ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിനപ്പുറം CPM-നെ തോൽപ്പിക്കുക എന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് BJP എത്തില്ല. അവിടെ BJP-യുടെ പ്രഖ്യാപിത ലക്ഷ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയാണ് BJP പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടിയാണ് CPM പ്രവർത്തിക്കുന്നത്. രണ്ടുപേരുടെയും ശത്രു കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഏത് ചൗത്താനയുമായി കൂട്ടുചേരുമെന്ന് നേരത്തെ EMS പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ചൗത്താനെ കൂട്ടുപിടിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ അറിയാലോ. CPM BJP ഒരു അന്തർധാര കേരളത്തിലുണ്ട് എന്ന് പല വിഷയങ്ങളിലും ശബരിമല PM ശ്രീ ഇതൊക്കെ വ്യക്തമാക്കിയതല്ലേ. അപ്പൊ അതത്ര എളുപ്പമല്ലല്ലോ ഈ ഒരു തെരഞ്ഞെടുപ്പ്. തീർച്ചയായും അവിടെ CPM-ന് കാര്യങ്ങൾ എളുപ്പമാക്കുന്ന അല്ലെ BJP-ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്ന ഒരു ഘടകം മഞ്ചേശ്വരം പോലെയുള്ള ഒരു മണ്ഡലം കാലാകാലങ്ങളായി BJP ജയിക്കാതിരിക്കാൻ UDF-ന് CPM വോട്ടുകൾ ലഭിക്കാറുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിന് പ്രത്യുപകാരമായി നേമം പോലെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ CPM-ന് ലഭിക്കാറുണ്ട്. അവിടെ CPM ചെയ്യാൻ പോകുന്നത് അവരുടെ വോട്ടുകൾ അവർ തന്നെ പിടിക്കുന്നു. അതായത് മഞ്ചേശ്വരം പോലെയുള്ള മണ്ഡലത്തിൽ അവരുടെ വോട്ടുകൾ CPM വോട്ടുകൾ എൻ ബ്ലോക്കായി അവർ തന്നെ പിടിക്കുകയാണെങ്കിൽ അത് BJP-ക്ക് ജയിച്ചു കയറാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതുപോലെ നേമത്ത് CPM-ന്റെ വോട്ടുകൾ പിടിക്കും. കോൺഗ്രസ് കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസ് പിടിച്ചത് കൊണ്ടാണ് നേമത്തെ BJP-യുടെ അക്കൗണ്ട് പൊട്ടിക്കാൻ കഴിഞ്ഞത്.
നേമത്ത് BJP-യെ സഹായിക്കാൻ CPM-ന് കഴിയുന്നത് നേമത്ത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ BJP ദുർബലനായ നേമത്ത് CPM കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഒരു ദുർബലനായ CPM സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ CPM-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് പോകും. അതിന് പ്രത്യുപകാരമായി തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ BJP-യുടെ സഹായം CPM-ന് കിട്ടും. ആ രൂപത്തിൽ മാത്രമാണ് അവർക്ക് മത്സരിപ്പിക്കാനും ജയിപ്പിക്കാനും കഴിയുക. ആ ഒരു തരത്തിലുള്ള പക്ഷെ അവിടെ ഒരു ഫാക്ട് ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത്. ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥികളാണ് എങ്കിൽ BJP-യുടെയും CPM-ന്റെയും വോട്ട് കോൺഗ്രസിലോ UDF-ലേക്ക് എത്തില്ലേ? തീർച്ചയായും അത് കെ മുരളീധരനെ പോലെയുള്ള ക്രൗഡ് പുള്ളറായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ മാത്രമേ അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കെ മുരളീധരനെ പോലെയുള്ള അല്ലെങ്കിൽ തലസ്ഥാനത്ത് ഏറെ പ്രിയങ്കരനായ കെ മുരളീധരനോ ശബരിനാഥനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ നേമം പോലെ ഒരു മണ്ഡലത്തിൽ പരീക്ഷിക്കാൻ ഇത്തവണ കോൺഗ്രസ് തയ്യാറാകില്ല. കാരണം അവരെല്ലാം നിയമസഭയിൽ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹം. ഏതെങ്കിലും കാരണവശാൽ തോൽക്കുകയാണെങ്കിൽ, അതായത് കെ മുരളീധരനെ എവിടെ മത്സരിപ്പിച്ചാൽ ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് BJP-യുടെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് BJP നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് കെ മുരളീധരനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ ഇത്തവണ നേമത്ത് പരീക്ഷിക്കാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ചിത്രം തെളിഞ്ഞു വരും. BJP-ക്കും CPM-നും പരാജയപ്പെടുത്തുന്നത് കോൺഗ്രസിനാണെങ്കിൽ ഇരു മുന്നണികളെയും പരാജയപ്പെടുത്തി അധികാരത്തിൽ വരേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് ഇത്തവണ അധികാരത്തിലേക്ക് തിരിച്ചു വരണം. അതിനുവേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഈ പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനത്ത് രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അത് അന്ന് തന്നെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ്. കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണ് കോൺഗ്രസ് പങ്കുവെക്കുന്നത്.